കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇങ്ങനൊരു ചർച്ച ഇവിടെ നടക്കുന്നത് നന്നാവും എന്നുള്ള അഭിപ്രായം ഞങ്ങൾ രാവിലെ പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ച് നടക്കുന്ന ചർച്ച കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ കാര്യങ്ങളെപ്പറ്റി കേരളത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷം കണ്ടതെങ്കിൽ ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് ഭരണരംഗത്ത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഏകദേശം ജനാധിപത്യ സംവിധാനങ്ങളുടെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ അവസാനത്തിലേക്ക് വരെ കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായി പോകുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളോടും സംസ്ഥാനങ്ങളിലെ ജനങ്ങളോടും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളോടും കാണിക്കുന്ന അങ്ങേയറ്റം നിഷേധാത്മകമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ചെറിയ ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പറഞ്ഞ കാര്യം നമ്മൾ കേരളത്തിനകത്തൊരു തെരഞ്ഞെടുപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും വാദമുന്നയിക്കുന്ന ലെവലിൽ മാത്രമായി പോയി എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. അത് അങ്ങേയറ്റം വിഷമകരമാണ് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക. പ്രതിപക്ഷ ഉപനേതാവ് സത്യയോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അല്പം കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ സഹകരിച്ചേനെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാഹളം വന്നപ്പോൾ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളൊക്കെ വരുന്ന സമയമാകുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരുമിച്ച് സമരത്തിന് പോകുന്നതിൽ കാര്യമുണ്ടോ? ശരി, ആ കാര്യത്തിനകത്ത് നമുക്ക് അംഗീകാരമുണ്ട്, ആ കാര്യം അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഉന്നയിച്ച കാര്യം നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തീർത്തും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് എല്ലാ തരത്തിലും നിയമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പോലൊരു അസംബ്ലി ചർച്ച ചെയ്യുമ്പം കാണാതിരിക്കേണ്ട കാര്യമാണോ? ഇന്ത്യയിൽ ഇത്തരം അസംബ്ലി അല്ലെങ്കിൽ ജനപ്രതിനിധി സഭകളുടെ ആദ്യ തലമുറ സഭകൾ വന്നൊരു സംസ്ഥാനമായി കേരളം. സാർ, ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഭാവിയിൽ ഇതേപോലുള്ള സഭകൾ ഇങ്ങനെ ഉണ്ടാകുമോ? തെരഞ്ഞെടുപ്പുകളുടെ രീതി ഇതായിരിക്കുമോ? വൺ കൺട്രി വൺ എലക്ഷൻ എന്നെല്ലാം പറയുന്ന തരത്തിലേക്ക് അതിദ്രുതം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തായിരിക്കും രാജ്യത്തിൻ്റെ പോക്ക് എന്ന കാര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സാർ ഇത് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഫിസ്ക്കൽ ഫെഡറലിസം ഏത് നാടുവാഴികൾ രാജ്യം ഉണ്ടാക്കുന്ന കാലത്തും ചെറിയ നാട്ടു രാജ്യങ്ങളുടെ കാലത്തും അവിടുത്തെ നികുതി അവകാശമാണ് ഒന്നാമത്തെ അവകാശം. ആ നികുതി സംരക്ഷണം സാമ്പത്തിക രംഗത്തെ സംരക്ഷിക്കാൻ, അതുവഴി അധികാരം സംരക്ഷിക്കാൻ, അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസും പട്ടാളവും ഒക്കെ വരുന്നത്. പുകയില പണ്ടകശാലകളും വഴിയിലുള്ള ചെറിയ ചെറിയ ചുങ്കം പിരിവ് സ്ഥലങ്ങളും ഉൾപ്പെടെ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന കാലം മുതൽ ഇത്രയും കാലം ഉണ്ടായ ഇന്ത്യ എന്ന് പറയുന്ന 500-ലധികം ചേർന്ന നാട്ടുരാജ്യങ്ങൾ ചേർന്ന് വിവിധ ഭാഷാ സംസ്ഥാനങ്ങൾ ഉണ്ടായി ഒരു രാജ്യമായി വന്ന് അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഭരണഘടനയും അവിടെ ഉണ്ടായ ആശയങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നമ്മുടെ ഭരണഘടനയിലെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങളും സംസ്ഥാനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളും എല്ലാം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ സമയത്ത് ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലാകെ ഈ പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി ഒരു വേദി എന്ന നിലയിൽ ഡൽഹിയിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടെയും ആ കാര്യം ചർച്ച ചെയ്യുന്നു എന്ന നിലയിലാണ് ഞങ്ങളിതിനെ കണ്ടത്. സാർ, ഇവിടുത്തെ കണക്കുകളുടെ കാര്യത്തിനകത്തൊക്കെ എല്ലാം ഇത്രയും ചെറിയ സമയത്തിനകത്ത് ചുരുക്കി തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സാർ, കേരളം അങ്ങേയറ്റം ധനകാര്യ പ്രതിസന്ധിയിലാണ്, നിന്നുപോകും എന്നൊരവസ്ഥയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളെല്ലാം പറഞ്ഞത്. ധനകാര്യ പ്രതിസന്ധിയാണ്, നിന്നുപോകും കേരളം, വണ്ടി ഓടത്തില്ല, അങ്ങനൊരു അവസ്ഥയൊന്നുമല്ല. അങ്ങനൊരവസ്ഥയല്ല എന്ന് പറയുമ്പം കിട്ടാനുള്ളത് കിട്ടണമെന്നുള്ളത് പറയാതിരിക്കണോ? സാറേ, എങ്ങനെയാണ് ഒരു സംസ്ഥാന ഈ കണക്കുകളൊക്കെ എടുത്ത് സമയം പോക്കുന്നില്ല എങ്കിലും സാർ, നമ്മളിവിടെ ഈ സംസ്ഥാനത്തിനകത്തെ ചെലവിൻ്റെ കാര്യം നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം കോവിഡ് സമയത്ത് ചെലവ് കുറവായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു, വളരെ കുറവ് താഴേക്ക് പോയി. അതിനുശേഷം 1,38,000, 1,20,000, 10,000 ഒക്കെ പോയതിനു ശേഷം 1,38,000 കോടി ചെലവ് 2021 മാർച്ചിൽ വന്നു. സാർ, ആ 1,38,000 വന്നതിൽ നിന്ന് 1,58,000 ഇപ്പോൾ 68,000, 70,000 പോവാണ്. സാർ, ഈ വർഷത്തെ കണക്കെടുത്താൽ ഇവിടെ നിങ്ങൾ പറയുന്നില്ല നിന്നുപോയി, ഒന്നിനും പൈസ കൊടുക്കാനില്ല. സാർ, കഴിഞ്ഞ വർഷം 2022-23 വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് 1,21,473 കോടിയാണ് സാർ. എന്നാൽ ഈ വർഷം അത് 1,26,182 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിൻ്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. ചെലവ് 4,000 കോടി അധികം പോയി. അല്ലാതെ ഇവിടെ അങ്ങ് പൂച്ച വെറ്റി കിടക്കുകയാണ് ട്രഷറിയിൽ, ഒരു പണിയില്ല എന്നൊക്കെ പറയുന്നതല്ല വസ്തുത ഇതാ. എന്നാൽ സാർ, നമുക്ക് കിട്ടേണ്ട കണക്കുകളുടെ കാര്യത്തിനകത്ത് അങ്ങക്ക് വലിയ സംശയമാണല്ലോ. തോമസ് ഐസക് പറഞ്ഞത് 5,000 കോടി, ഞാൻ പറഞ്ഞത് 4,000 കോടി, പിന്നെ വേറെ കണക്ക് പറഞ്ഞു 57,000 കോടി.
സാർ 2 കണക്കുണ്ട് സാർ ഇതിനകത്ത്. കേരളത്തിന് കിട്ടാനുള്ള ധനകാര്യ കമ്മീഷൻ നിങ്ങളെല്ലാം അംഗീകരിച്ച, കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച ധനകാര്യ കമ്മീഷന്റെ കണക്കനുസരിച്ച് 1.92 ഇപ്പൊ കിട്ടുന്നതിന് പകരം 3.8 ആയിരുന്നു കിട്ടിയത്. 3.8 ആണ് കിട്ടേണ്ടത് എന്നുള്ള കാര്യത്തിനകത്ത്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൂടുതൽ കിട്ടണം. 3.8 3.5 3 ആയിക്കോട്ടെ, കിട്ടണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലല്ലോ. സാർ 1.9 എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഈ വർഷം 21,000 കോടിയാണ്. കഴിഞ്ഞ വർഷത്തെ 18,000 കോടിയാണ് ഈ 57,000-ന്റെ കണക്കിലെടുത്ത്. ഈ വർഷം 21,000 കോടിയാണ്. അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യുന്നത് 24,000 കോടിയാണ്. സാർ ഈ കണക്ക് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കുന്നത്. ആ 21,000 കോടി ഈ വർഷം നമുക്ക് 3.8% ആയിരുന്നെങ്കിൽ ഈ വർഷം നമുക്ക് കിട്ടേണ്ടത് അത്രയായിരുന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. ഇത് നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രിക്ക് കത്ത് കൊടുക്കുമ്പോൾ ഫിനാൻസ് കമ്മീഷനകത്ത് എഴുതിയ 21,000 കോടി ഇപ്പം ഇങ്ങ് താ എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ നിങ്ങളായാലും ഞാനായാലും ആ കത്തിനകത്ത് ഇപ്പത്താന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. അത് നോഷണൽ ആയിട്ടുള്ള ഇൻകോ അല്ല, റൈറ്റ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട കോൺസ്റ്റിറ്റ്യൂഷണലായി റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇല്ല ഇവിടെ വഴങ്ങണ്ട എന്നുള്ളതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഞാൻ മറുപടി പറയാം, അതിനുശേഷം അവസാനം നിർത്തിയിട്ട് പറയാം. അവസാനം നിർത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഈ കാര്യത്തിനകത്ത് ഈ 1.9-ഉം 3.8-ഉം തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം ഞങ്ങൾ പറഞ്ഞുള്ളൂ. ധനകാര്യ കമ്മീഷനല്ല. ഒരു കാര്യം കൂടി ചേർക്കുകയാണ്. ശ്രീ മാത്യു, മിനിസ്റ്റർ ഈൽഡ് ചെയ്യാൻ തയ്യാറല്ല. മിനിസ്റ്റർ സംസാരിച്ചോ? ഒരു കാര്യം കൂടിയുണ്ട് സാർ. ഞാൻ ഈ കാര്യം പറയുമ്പോ ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യന്റെ കഴിഞ്ഞ ദിവസം എക്സ് എന്ന് പറയുന്ന പഴയ ട്വിറ്ററിനകത്ത് ട്വീറ്റ് ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് 14ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് ആ 14ാം ധനകാര്യ കമ്മീഷനകത്ത് 42% ആക്കാൻ തീരുമാനിച്ചപ്പോൾ അത് 32 ആക്കണമെന്ന നിലയിലേക്ക് പറഞ്ഞു എന്നുള്ളത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ കാര്യമല്ലേ വന്നത്? ആരാ പറഞ്ഞത്? ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സാർ. എന്ന് മാത്രമല്ല, കർണാടക ചീഫ് മിനിസ്റ്റർ പറഞ്ഞ അതെങ്കിലും കോൺഗ്രസുകാർക്ക് മനസ്സിലാവുമല്ലോ എന്ന് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. കർണാടക ചീഫ് മിനിസ്റ്റർ മാത്രമല്ല, മറ്റു പലരും പറഞ്ഞു. ശ്രീ ചിദംബരം, ഞങ്ങൾ രാവിലെ പറഞ്ഞല്ലോ, ശ്രീ ചിദംബരം ഉൾപ്പെടെ പറഞ്ഞു. സാർ, ഇത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ധനകാര്യ രംഗത്തെ കടന്നുകയറ്റോ പിടിച്ചു കുറയ്ക്കുന്നതാണ്. അത് പറയണ്ടേ നമ്മൾ? സാർ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഈ പണം കുറച്ചു സാർ. ഇവിടെ റിസർവ് ബാങ്കിന്റെ ഞങ്ങളുടെ കണക്കെങ്ങാണ്, ഞങ്ങളുടെ LDFന്റെ ഏതാണ്ട് റിപ്പോർട്ടാണെങ്കിൽ അതിനകത്ത് ഈ ഗ്രാൻഡ് കുറഞ്ഞതിനെ പറ്റിയൊക്കെ ഉള്ളത് അങ്ങ് ചിലപ്പോൾ തർക്കിക്കും. ദ റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ് ഫൈനാൻസസ് ആണ് സാർ. ഗ്രാൻഡ് ഫ്രം ദി സെന്റർ കേരളത്തിന് 30,000 കോടിയിൽ നിന്ന് 15,000 കോടിയിലേക്കാണ് ഈ വർഷം വരുന്നത്. റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടാണ്. തൊട്ടപ്പുറത്ത് മധ്യപ്രദേശിന് കിടപ്പുണ്ട് 34,000 കോടിയിൽ നിന്ന് 44,000 കോടിയിലേക്ക്. ഇത് വേറെ ചില സ്റ്റേറ്റുകളുടെ കാര്യമാണെങ്കിൽ ഈ 10,000 20,000 ഒന്നുമല്ല വർധന സാർ. ഇത് സംസ്ഥാനത്തിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നും കാണിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നത് അതേപോലെ അംഗീകരിച്ചു പോകണം സാർ. ഇക്കാര്യത്തിനകത്ത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടാനുണ്ട്. നിങ്ങൾ പറയുന്നല്ലോ ഞങ്ങളുടെ ഈ ഗ്രാൻഡ് കുറച്ചു. GSTയുടെ മറ്റു കാര്യങ്ങളുടെ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പലതവണ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റുകൾക്ക് നമുക്ക് തരാനുള്ള ഈ തരത്തിലുള്ള വലിയ ഫണ്ട് തരാനുണ്ട് എന്ന പ്രശ്നം നമുക്ക് ഉന്നയിക്കണ്ടേ സാർ? ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ 50,000 കോടിയുടെ പറഞ്ഞല്ലോ സാർ. 2000 അങ്ങ് പറഞ്ഞു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ നയനാർ ഗവൺമെൻറ്റിൻ്റെയും പഴയ VS ഗവൺമെൻറ് എല്ലാം കാലത്ത് ഉണ്ടായിരുന്നൊരു പ്രത്യേകത, ട്രഷറിയിൽ നിന്ന് നമ്മൾ ട്രഷറി കിടക്കുന്ന പണത്തിന് നമ്മുടെ കടമായിട്ട് കൂട്ടിയിട്ടില്ല. ഇപ്പം എങ്ങനെ 2017 മുതൽ ട്രഷറി കിടക്കുന്ന പണം അത് നമ്മൾ ഓരോ വർഷം കടമായിട്ട് കുറച്ചെടുക്കും എന്നൊരു കണക്കാണ്. അങ്ങനെ എത്ര പോയെന്നറിയോ? 1,07,000 കോടി രൂപ. ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്ന കേസിനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ലീഗൽ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് 1,07,000 കോടി രൂപ ഈ വർഷം സാർ 13,000 കോടിയാണ് നമ്മൾ ട്രഷറിയിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 13,000 കോടി എടുത്തിട്ടില്ല, 6,000 കോടി എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഞങ്ങൾ 9,000 കോടി എടുത്തുള്ളൂ. അതുകൊണ്ട് AGയുടെ റിപ്പോർട്ടുണ്ട്, കഴിഞ്ഞ വർഷം സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ 9,000 കോടി എടുത്തുള്ളൂ. 4,000 കോടിയും കൂടെ അങ്ങനെയാണ് തരാം. ഞങ്ങൾ ശരിക്കും 6,000 എടുത്തിട്ടുള്ളൂ. 7,000 കോടിയുടെ തരണം. അത് തരുന്നില്ല സാർ. കഴിഞ്ഞ ദിവസം കോടതിയിലെല്ലാം ചെന്നിട്ട് ഇങ്ങനെ ഫയലിംഗ് ഇങ്ങനെ നീങ്ങുന്നില്ല അവിടുന്ന്. ആ ഇല്ല 1,07,000 ചില്ലാനോ അതിനകത്ത് കണക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ ഉള്ള ഒരു ഗവൺമെൻറ്റിനും ഈ ട്രഷറിയിൽ നിന്ന് എടുക്കുന്നത് നമ്മുടെ കടത്തിൻ്റെ പരിധി കൊണ്ടുവരത്തില്ല. ട്രഷറിയിലെ ഈ പരിധി കൊണ്ടുവന്നില്ലായിരുന്നേ 13,000 കോടി അത് മാത്രം ഇപ്പോൾ എടുക്കാം ബോറോയിങ് സാർ. ഈ 13,000 കോടി പോയിട്ട് അതിലും താഴെ ഉള്ളൂ. നമുക്ക് അത്രയും വലിയ ബാധ്യത. രാവിലെ ഞാൻ പറഞ്ഞു നിങ്ങൾ PWD കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് 15,000 കോടി എന്ന് പറഞ്ഞല്ലോ. കൃത്യമായി ട്രഷറിയിലെ കണക്കാണല്ലോ ഞാൻ പറഞ്ഞു.
1,100 കോടിക്കടുത്ത്. സർ ചെറിയ കുറേ കടം ഇല്ലെന്നല്ല, ഇതൊന്നും എല്ലാം ഇല്ലെന്നല്ല, പക്ഷേ നവംബർ മാസം വരെ ഉള്ളതിനകത്ത് ഇനി ഒരു പണവും കൊടുക്കാനില്ല അവിടെ ഇതിനെല്ലാം ഉള്ളപ്പോൾ. സർ നമുക്ക് ഈ 57,000 കോടി വെട്ടിക്കുറയ്ക്കുന്നു, അതിൻ്റെ എഫക്റ്റ് എന്താ? സാധാരണഗതി 57,000 കോടി വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ അതിൻ്റെ എഫക്റ്റ് ഈ പറഞ്ഞ പണം ഓരോന്നും നമുക്ക് കിട്ടേണ്ടത് സാധാരണഗതി നമ്മുടെ സംസ്ഥാനത്ത് വന്നാൽ എന്താ ഉണ്ടാവുക? ഈ 50,000 കോടി നമ്മുടെ നാട്ടിലേക്ക് പലതരത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിനും പിന്നെ ശമ്പളവും ഒക്കെ ആയിട്ട് പോകും. സർ 1 രൂപ നാട്ടിലേക്ക് പോയാൽ പല കണക്കുണ്ടെങ്കിലും ഏകദേശം 4 മടങ്ങ് അത് റൊട്ടേറ്റ് ചെയ്യുന്ന 50,000 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം കോടിയുടെ എങ്കിലും എക്കണോമിക് ആക്ടിവിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും. അതുവഴി സംസ്ഥാനത്ത് എത്രയോ പേർക്ക് വരുമാനം കിട്ടും, ജോലി കിട്ടും, സംസ്ഥാനത്തിൻ്റെ വരുമാനം കൂടി. ഇതാണ് സാധാരണ കണക്ക്. നിങ്ങൾ 10,000 കോടി താഴോട്ട് പോയാൽ അതിൻ്റെ എഫക്റ്റ് സാധാരണ വരും. ഇത് സാധാരണഗതിയിൽ അറിയാവുന്നതാണ്. സാർ ഇങ്ങനെ കേരളത്തിന് കിട്ടേണ്ട ഈ പണം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്നു. സാർ നമ്മളിവിടെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്നലെ പറഞ്ഞതാണ്, RBIയുടെ റിപ്പോർട്ടിൽ സാർ നമ്മൾ ഈ കാര്യമൊക്കെ ചെയ്ത് കിട്ടാനുള്ള വരുമാനം ഒന്ന് നികുതിയാണ്. ഒന്ന് നികുതിയാണ്. ഈ മിനിസ്റ്റർ സംസാരിച്ചോ? പ്ലീസ് ശ്രീ മാത്യു, ബഹുമാനപ്പെട്ട ഒപ്പോസിഷൻ ലീഡർ സംസാരിക്കും, ആരും മിണ്ടിയില്ല. ഇത് ശരിയല്ല. ഒപ്പോസിഷൻ ലീഡർ സംസാരിക്കും, ആരും മിണ്ടിയില്ല. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. ഇത് ശരിയല്ല. ഇന്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. അവിടെ ഇരിക്കണം. പ്ലീസ് ശ്രീ അൻവർ അവിടെ ഇരിക്കണം. മിനിസ്റ്റർ സംസാരിച്ചോ? മിനിസ്റ്റർ സംസാരിച്ചോ? സാർ നേരിട്ട് പേഴ്സണലായിട്ടുള്ള കാര്യം വിശദീകരിക്കാൻ പോലും പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എണ്ണിച്ചപ്പോഴും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വഴങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വഴങ്ങണ്ട, നമുക്ക് ഇത് കഴിഞ്ഞ് വേണേൽ പറയാം. സാർ ഇതിനകത്ത് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസസിനകത്ത് പറയുന്നൊരു കണക്കുണ്ട് സാർ. കേരളത്തിൽ സാധാരണഗതി ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം എങ്ങനെയാണ്? 1 സംസ്ഥാനത്തിനകത്തുനിന്ന് പിരിക്കുന്ന നികുതി, 2 കേന്ദ്രത്തിൽ നിന്ന് തരേണ്ട അർഹമായ നികുതി, 3 നമുക്ക് എടുക്കാവുന്ന ബോറോയിങ്. അത് തന്നെ സാധാരണഗതിയിൽ ബോറോയിങ് എടുക്കാവുന്ന പരിധിക്കേ ഉള്ളൂ. സാർ നമ്മുടെ നികുതി വർധന ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. സാർ ഇവിടെ പ്രതിപക്ഷ നേതാവ് നല്ലതുപോലെ വാദിച്ച് പറയുന്ന ആളാണ്, അതിനൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. സാർ കേരളം ഒരു പെർഫോമൻസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ശരിയാണോ? സാർ 1956 മുതലുള്ള ഗവൺമെൻറ്റുകളുടെ കണക്ക്, അതിന് മുമ്പുള്ള 56 മുതലുള്ള കണക്കെടുക്കുമ്പോൾ നമുക്ക് 47,000 ചില്ലാനും കോടിയാണ് സാർ 2021 മാർച്ചിൽ വന്നത്. ശരിയാണ്, കോവിഡ് സമയത്ത് ഉള്ള സാമ്പത്തിക രംഗം അല്പം സജീവമല്ലായിരുന്നല്ലോ. എന്തായാലും 47,000 കോടി ഉണ്ടായിരുന്നുള്ളല്ലോ. സാർ 2 വർഷം കൊണ്ട് നമ്മുടെ വരുമാനം ആ 47,000 കോടി എന്നുള്ളത് 71,000 കോടിയായി. സാർ ഇപ്പോൾ ഇന്ത്യയിലാകെയുള്ള എക്കണോമിക്ക് ബാധ്യത പിന്നെ പ്രശ്നമുണ്ട്. ഇപ്പം 1-2 സ്റ്റേറ്റിൻ്റെ കണക്കൊക്കെ അങ്ങ് പറഞ്ഞു. അന്തർദേശീയമായിട്ടുള്ള കണക്ക് നോക്കിയാൽ 1% പോലും ഇല്ല ഗ്രോത്ത്. ഇന്ത്യയിലാകെ ഗ്രോത്തിൻ്റെ പ്രശ്നമുണ്ടെന്നുള്ള കണക്കുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വർധന എന്നും അതേപോലെ വരുമെന്നല്ല. പക്ഷേ ഈ 2 വർഷം കൊണ്ട് സാർ 47,000 കോടി ഉണ്ടായിരുന്നത് കേരളത്തിൽ 71,000 കോടിയായി, 50% വർദ്ധിച്ചു എന്നുള്ളത് നമുക്കൊക്കെ പരസ്പരം സന്തോഷം ഉണ്ടാവുന്ന സാരിയല്ല സാർ, റെക്കോർഡാണ് സാർ ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഇവിടെ ഈ റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്, ദ RBI സ്റ്റേറ്റ് ഫൈനാൻസസിൽ പറയുന്നു, എ സ്റ്റഡി ഓഫ് ബഡ്ജറ്റ്സ് 2023-24 report highlights that the contribution of state on tax revenue (SOTR) to Kerala's overall tax revenue increases 78.7 for the post-COVID period of 21-23. By comparison, the average of all states was 65.4%. എന്നിട്ട് സ്റ്റേറ്റുകളുടെ പറയുന്നുണ്ട്. സാർ ഈ സ്റ്റേറ്റുകളിൽ UP 54, പിന്നെ UP 54, MP 51, ഒറീസ 53, ബീഹാർ 29.4, വെസ്റ്റ് ബംഗാൾ 54, ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകളുടെയും കണക്കുണ്ട് സാർ. നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചൂടെ? സാർ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശസ്തനായ സിനിമാ താരം അദ്ദേഹം ഈ മോഹൻലാൽ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കാൻ പോയി. അദ്ദേഹം സിനിമാ ഷൂട്ടിങ്ങിന് പോയി. ഇപ്പോഴത്തെ പിന്നെ ലേറ്റസ്റ്റ് ഫിലിം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ, മലൈക്കോട്ട വാലിബൻ. സ്പീക്കർ എല്ലാ സിനിമയും കാണുന്ന ആളായതുകൊണ്ട് മലൈക്കോട്ട വാലിബൻ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. ഈ കാലാവസ്ഥയൊക്കെ മാറി ചൂടൊക്കെ വന്നിട്ട് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഒരു ഉൾഗ്രാമം, അവിടെ ആശുപത്രിയിൽ ഒന്നുമില്ല. അപ്പോൾ ഒരു മലയാളി സിസ്റ്റർ അവിടെ ഉണ്ട്. അവർ
പുറത്തേക്ക് പോകാൻ വിസയും ഇതെല്ലാം കിട്ടി, ജോലി കിട്ടി. അപ്പോൾ അവർ ആ നാട്ടിൽ വേറെ ഒരാളില്ല, ഈ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരോട് നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് അവർ പുറത്തേക്ക് പോയില്ല. ആ സിസ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചികിത്സിച്ചത്. അദ്ദേഹം പറയുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഗുണം അറിയുന്നത്. ഇവിടെ നമുക്ക് നാട്ടിൽ നല്ല റോഡുണ്ട്, നല്ല ആശുപത്രികളുണ്ട്, നല്ല സ്കൂളുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, എല്ലാ സമാധാനമുണ്ട്, എന്നിട്ടും നമുക്ക് പരസ്പരം അങ്ങോട്ട് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പത്രത്തിൽ വളരെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന സാർ കേരളത്തിനകത്ത് ഈ ഒരു നന്മയുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് സാർ ഇന്ത്യയിലെ 24 ഇനങ്ങളിൽ നമുക്ക് ഒന്നാം സ്ഥാനം നമ്മുടെ നീതി ആയോഗിന്റെ എല്ലാ പരിശോധനയിലും. അതിദരിദ്രരുടെ കണക്ക് 0.55 നിന്ന് 0.48 വന്നു. സാർ 5 ലക്ഷം പേർക്ക് സ്വന്തമായി വീട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഈ ലോകത്ത്, ഈ കേരളത്തിലല്ലാതെ ഇവിടെ കാണും സാർ. വിഴിഞ്ഞം മുതൽ അങ്ങ് കാസർഗോഡ് ബഹുമാനപ്പെട്ട മെമ്പർമാർ സംസാരിക്കുമ്പോൾ, എനിക്ക് മഞ്ചേശ്വരം മെമ്പറും കാസർഗോഡ് മെമ്പറും സംസാരിക്കുമ്പോൾ, ഇവിടെ ഞാൻ മന്ത്രിയായി അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഈ സഭയിലേക്ക് വന്ന ആദ്യ ഘട്ടത്തിൽ സംസാരിക്കുന്ന പോലെയല്ല, വലിയ മാറ്റങ്ങളും പുരോഗതി അവിടെ വന്നു എന്നുള്ള തരത്തിലാണ്. ഞാനത് അവിടെ കിട്ടിയ പണം അവിടുത്തെ ഡെവലപ്മെന്റ് വെച്ചിട്ടാണ് ഓരോ പ്രദേശത്തും. സാർ ആ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ സ്കൂളുകളും ആശുപത്രികളും പാലങ്ങളും റോഡുകളും അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കാണണം. അതുകൊണ്ടാണ് ഇന്നലെയും മിനിഞ്ഞാന്നൊരു റിപ്പോർട്ട് വന്നു. മിനിഞ്ഞാന്നൊന്നൊരു റിപ്പോർട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകെ പ്ലാനിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനും നോൺ പ്ലാനും ചേർത്ത് നടത്തുന്ന സ്റ്റേറ്റ് നമ്മുടെ സാർ. വലിയ വർധനയാണ് സാർ. ഇങ്ങനെ പല മേഖലകളിലെ കണക്ക് വരുന്നുണ്ട്. അവിടെ സ്റ്റേറ്റിന്റെ ഓൺ ടാക്സ് നമ്മൾ ഇത്രയും പിരിക്കേണ്ടി വന്നു സാർ. ഇങ്ങനെ ഓൺ ടാക്സ് പിരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് സെൻട്രിൽ നിന്ന് കിട്ടുന്ന പണം വല്ലാതെ കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സെൻട്രിൽ നിന്ന് കിട്ടുന്ന പണത്തിനകത്ത് നേരത്തെ 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ആകെ നമ്മുടെ റവന്യൂ റെസീസിന്റെ 54% നമ്മളും 46% സെൻട്രറുമായിരുന്നെങ്കിൽ ഈ വർഷം 29% സെൻട്രൽ തരുന്നുള്ളൂ. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. അപ്പോൾ കേരളത്തിനോട് ഈ ഒരു ചിറ്റമ്മ നയം കാണിക്കുന്നു. കേരളത്തിലെ അടുത്ത തലമുറയെ ബാധിക്കും, ഇത് നമ്മുടെ എക്കണോമി ആകെ ബാധിക്കും എന്നുള്ള പ്രശ്നം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്തെല്ലാം ഇതുണ്ട്. എന്നിട്ട് തന്നെ ഇതിനകത്ത് പറയുന്ന റിപ്പോർട്ടിനകത്ത് ഈ വളരെ പ്രധാനപ്പെട്ട ഫ്ലിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പറയുന്നത് 2027 ആകുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ അടിസ്ഥാന രംഗത്തെ വികസനം എല്ലാം കാരണം നമ്മുടെ വികസനം ഇതിനെ കുതിച്ചു കയറുന്ന കണക്കുൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഡെപ്റ്റിന്റെ ബാധ്യത പറയും സാർ. ഇനി കടത്തിന്റെ കാര്യം പറഞ്ഞു, ഞാൻ അതും ആവർത്തിക്കേണ്ട കാര്യമില്ല. കടം ഇവിടെ ഒരു മെമ്പർ പറഞ്ഞു 29% ഡെപ്റ്റ് നമ്മുടെ GSDP ആയിട്ടുള്ള പെർസെൻറ്റേജ് 39 അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ 39 താഴോട്ട് 2 പ്രാവശ്യമായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇപ്പം 35 വരും. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്ക് 50 കൂടുതലാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ ആകെ ബോറോയിങ് അതിനകത്ത് പാർലമെന്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറുപടി അനുസരിച്ച് 40% ആണ് സാർ അവരുടെ ആകെയുള്ള കടം. ആകെ അവിടെ പറഞ്ഞിട്ടുള്ള ശ്രീ ഡോക്ടർ ശിവദാസന് കൊടുത്ത, ശ്രീമതി നിർമ്മല സീതാരാമൻ കൊടുത്ത മറുപടിയിൽ സാർ അവരുടെ ആകെ കടം 17.99 lakh crore from various sources in financial year 2023-24, mainly to finance is fiscal deficit. This amount is about 40% of the total net size of the union budget. 45.39 ലക്ഷം കോടി ഉള്ളതിൻ്റെ 40% കടമാണ്. നമുക്ക് 20% അടുത്തേ ഉള്ളൂ. നമ്മുടെ ഈ കടം ഇത് ബഡ്ജറ്റ് സൈസാണ്, രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് സൈസാണ്, ആ കടം പരിശോധന നോക്കിയാൽ മതി. എന്തായാലും ഈ കണക്കെല്ലാം ബഡ്ജറ്റ് രേഖയിലുള്ളതാണ്. ഇത് കള്ളക്കണക്കൊന്നുമല്ല. നേരത്തെയും കണക്കിന് സംശയം ചോദിച്ചല്ലോ. എപ്പോഴും പറയുന്നത് നിങ്ങൾ ഓർക്കുമെന്ന് വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ 3.89 എന്നുള്ളത് 15ാം ധനകാര്യ കമ്മീഷന്റെ കുറവ് വന്നപ്പം അന്നത്തെ കണക്ക് വെച്ച് ഞാൻ പറഞ്ഞു ഈ വർഷമാണ് 21,000 കോടിയുടെ കുറവ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് 18,000 കോടിയുടെ കുറവുണ്ട്. GST നഷ്ടപരിഹാരം നിർത്തിയത് കൊണ്ട് 12,000 കോടി കുറവുണ്ട്. നഷ്ടപരിഹാരം നിർത്തേണ്ടതായിരുന്നു നേരത്തെ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അത് വേറെ കാര്യം. റവന്യൂ കമ്മി ഗ്രാന്റിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ളതാണ് 8,400 കോടിയുടെ കുറവ്. അതുപോലെ വായ്പാ അനുമതി, പലതരത്തിലുള്ള വായ്പാ അനുമതി നിഷേധിച്ചത് 19,600 കോടി. ഈ കോടി ഇത് ഞങ്ങൾ പറയുന്നത് കൃത്യമായൊരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചിട്ടാണ് സുപ്രീം കോടതിയിലും മറ്റുമെല്ലാം ആർഗ്യുമെന്റ് പോകുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? ഇവിടെ ഒരാൾ ആർഗ്യൂ ചെയ്തു, ഇതിനകത്ത് ഒരു കാരണവശാലും ഇനി കൂട്ടിക്കൊടുക്കാൻ പാടില്ല, ഇനി അങ്ങനെ കൊടുക്കാനേ പാടില്ല, ഇവരെല്ലാം ചെയ്തത് ന്യായമാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതോചിതമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മെമ്പർ പറഞ്ഞു. സാർ അദ്ദേഹം കിഫ്ബിക്കെതിരെ കേസ് കൊടുത്ത് കിഫ്ബിയെയും പെൻഷൻ കമ്പനിയുടെ എല്ലാം കാര്യത്തിൽ ഗവൺമെന്റിനെ ഈ തരത്തിൽ, കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിൽ
എത്തിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവിടെ ഈ 450 കോടി രൂപയുടെ ഏറ്റവും വലിയ ചരിത്ര നേട്ടം ഇതേ കിഫ്ബിയുടെ എന്ന് പറഞ്ഞിട്ട് പടമൊക്കെ അടിച്ച് ഇറക്കിയിട്ടുള്ളതും അവിടെ തന്നെ ഉണ്ട്. ആ മണ്ഡലത്തില് അല്ല, ഞാൻ പത്രവാർത്തയാണ് സാർ, അതുകൊണ്ട് വേറെ രേഖയല്ല, പത്രവാർത്തയാണ്. 450 കോടി രൂപയുടെ പദ്ധതി അദ്ദേഹത്തിന്റെ മൂവാറ്റുപുഴ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ഈ ഫേസ്ബുക്കിൽ. സാർ ഇത് അല്ല, അതിനെന്താ കുഴപ്പമില്ല, എല്ലാവരുടെയും അവകാശം തന്നെ. പക്ഷേ ഇത് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞ് കേസിൽ പോയി ഈ കാര്യമെല്ലാം ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇതെല്ലാം. നമ്മൾ ഒരു കാര്യം വ്യക്തമായല്ലോ, LDF എന്ന് പറഞ്ഞാൽ UDF അല്ല, LDF UDF അല്ല, UDF ഉൾപ്പെടെ എല്ലായിടത്തും വികസനത്തിന് പണം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. പക്ഷേ ഈ ചെയ്യുന്ന കാര്യമില്ല, ഇതൊന്നും കൊടുക്കേണ്ടതല്ല എന്ന് വാദിക്കുന്നൊരു സമീപനം അക്കാര്യത്തിനകത്ത് വന്നു എന്നുള്ളത് കൊണ്ട് സാർ ആ കാര്യം എടുത്ത് കാണിച്ചാണ്. സാർ ഇവിടെ ഈ കാര്യമെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലുള്ള നിരവധി കാര്യമുണ്ട്. ഇനിയും പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കാര്യത്തിൽ PSC അപ്പോയിൻമെന്റിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് തന്നോ, മനോരമ ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നുള്ളൂ, മനോരമ പത്രത്തിലാണല്ലോ സാധാരണ, മനോരമ പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലാകെ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് 62,000 പേരെ മാത്രമാണ് PSC വഴി സാർ നിയമിച്ചത്. അതിനകത്ത് 42% കേരളത്തിലാണ്. ഇവിടെ എവിടെയാണ് സാർ നിയമന നിരോധനം? 3% താഴെ ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് 42% ആളെ അപ്പോയിന്റ് ചെയ്തു. എവിടെയാണ് സാർ നിയമന നിരോധനം? എവിടെയാണ് സാർ പോലീസിന്റെ ജീപ്പിന് പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കാതിരിക്കുന്നത്? ഇത്ര ആളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പിന്നെ പോലീസ് ജീപ്പിന് പൈസ കൊടുക്കാനില്ല സാർ. സാർ ഞങ്ങളിതെല്ലാം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുണ്ട് മുറുക്കി കൊടുത്ത് ജോലി ഇല്ലാതാക്കാനല്ല, ശമ്പളം ഇല്ലാതാക്കാനല്ല സാർ. ഇന്നലെയാണല്ലോ സാർ അംഗൻവാടി ഏകദേശം 10-60,000 അവർക്ക് 1,000 രൂപ വെച്ച് ശമ്പള വർധന കൊടുത്തത്. ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഇതൊക്കെ കൊടുക്കും സാർ. നെയ്ത്ത് ഓരോ മേഖലയിലും നെയ്ത്ത് തൊഴിൽ. ഇവിടെ KSRTCയുടെ കാര്യം അങ്ങ് വീണ്ടും പറഞ്ഞല്ലോ സംസാരിച്ചപ്പോൾ, എവിടെ KSRTC പൊളിഞ്ഞു കിടക്കുന്നത്? അങ്ങയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആകെ 5 വർഷക്കാലം കൊണ്ട് കൊടുത്ത് 1,530 കോടി രൂപ. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇതെല്ലാം ബഡ്ജറ്റിൽ നിന്നുള്ള കണക്കുകളാ. 5,000 കോടിയിലധികം കൊടുത്തു. ഇപ്പോ ഈ സർക്കാർ വന്നിട്ട് 4,800 കോടിയോളം കൊടുത്തു. അതുകൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ യൂണിയന്റെ നേതാക്കന്മാരൊക്കെ ഇരിപ്പുന്നുണ്ടല്ലോ, കൊടുക്കണ്ടെന്ന് അവർ പറയട്ടെ, കൊടുക്കണ്ട എന്ന് അവരും കൂടെ പറയട്ടെ. സാർ ഇതിനകത്ത് ഞങ്ങൾ ഈ കാര്യത്തെയൊക്കെ കാണുന്നത് വളരെ പോസിറ്റീവാണ്. അപ്പം അദ്ദേഹം ഞങ്ങളിതിനകത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ്. അങ്ങെന്തായാലും ഈ കാര്യത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് തീവെട്ടിക്കൊള്ളക്കാരാണ് എന്ന് അങ്ങയുടെ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞത് പഴയ പ്രസംഗത്തിലുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. ഏതായാലും അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല സാർ. ഇത് ആ ഒരു സമീപനമൊന്നും ഇല്ല. അങ്ങ് തന്നെ UDF ഗവൺമെന്റിന്റെ കാലത്ത് നടത്തിയ പ്രസംഗമാണല്ലോ. ആരുടെ പേരൊന്നും ഞാൻ പറയുന്നത്, അങ്ങ് പ്രസംഗിച്ചാണല്ലോ സാർ. ഇവിടെ ഈ ഒരു സാഹചര്യത്തിനകത്ത് നമുക്ക് കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനകത്ത് ഇവിടെ പറഞ്ഞ ഈ സാമ്പത്തിക രംഗത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആകെ നിന്നു പോകുന്ന ഒരവസ്ഥയിലല്ല സാർ. ഇതിനെ മറികടന്നേ പറ്റൂ, അവിടുന്ന് പണം കിട്ടിയിട്ടേ ചെയ്യാൻ പറ്റുമെന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല, സംശയമില്ല. ടാക്സിൻ്റെ കാര്യത്തിനകത്ത് അങ്ങ് പറഞ്ഞു, ഓരോന്നും ഞാൻ എടുത്ത് പറഞ്ഞു. ടാക്സിൻ്റെ കാര്യത്തിനകത്ത് പലതവണ പറഞ്ഞാണ്. IGSTയുടെ കാര്യത്തിനകത്ത് നിലവിൽ നിയതമായ ഒരു നിയമം അനുസരിച്ചിട്ട് അല്ല, അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഈ കണക്കുകളൊക്കെ ഈ ഗിഫ്റ്റിൽ ഉൾപ്പെടെ ഞാൻ തന്നെ പോയി പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ വരേണ്ടതാണെന്നൊക്കെയുള്ള ഡിസ്കഷൻ നടത്തിയതാണ്. എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കണക്കില്ല സാർ. ഉദാഹരണം പറയാം, കഴിഞ്ഞ മാസം 320 കോടിയോളം രൂപ IGST നമുക്ക് വരേണ്ടതെന്ന് അങ്ങ് വെട്ടി. എന്താ കാരണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെയും ഞാൻ കർണാടക ചീഫ് മിനിസ്റ്ററെ പറയാം, അദ്ദേഹം അവിടുത്തെ ധനകാര്യമന്ത്രി കൂടിയാണ്. അദ്ദേഹം അതിശക്തമായ വിമർശനം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ 300 ചില്ലാനും കോടി, അവർക്ക് 300 അല്ല 600 കോടിയോളം ഉണ്ട്, എന്തുകൊണ്ടാണ് കട്ട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, കട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങളോടൊന്ന് പറഞ്ഞു ഇനി അടുത്ത മാസവും കട്ട് ചെയ്യുന്നു. ഏതായാലും അടുത്ത മാസം കട്ട് ചെയ്തില്ല. ഇങ്ങനെ സാർ ഏകപക്ഷീയമായിട്ട് പല കാര്യങ്ങളോട് വരുന്നുണ്ട്. ഈ IGSTയുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഇപ്പോൾ ഉള്ള പരിമിതിയുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ എങ്കിൽ പോലും ഈ നടപ്പിലാക്കിയതിനേക്കാളും വലിയ മുന്നേറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ നടക്കുന്ന കാര്യത്തിനകത്ത് സിസ്റ്റത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, GST പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോഴും ട്രിബ്യൂണൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കണക്കുകളില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ GST ഒന്ന് സിസ്റ്റമാറ്റിക് ആവുന്നത് വരെ കോമ്പൻസേഷൻ നീട്ടണം. ഞങ്ങളുടെ കേരളത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ, ഈ GST സമ്പ്രദായത്തിനകത്തെ IT സിസ്റ്റത്തിനകത്തും കുഴപ്പമുണ്ട്, സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നത് കറക്റ്റായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നീട്ടണം എന്നുള്ള അഭിപ്രായം സ്റ്റേറ്റ് മുന്നോട്ട് വെച്ചതിൻ്റെ കാര്യം അതാണ്. അത് നീട്ടുന്നതിന് തയ്യാറായിട്ടില്ല സാർ. ഇവിടെ ഈ വിഷയം അങ്ങയുടെ മെമ്പർമാരും എല്ലാം പറഞ്ഞത് ഈ വിഷയത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ എല്ലാവർക്കും കൃത്യമായൊരു കാര്യമുണ്ട്.
കേരളത്തിന് അർഹമായത് കിട്ടുന്നില്ല. കേരളത്തിലെ നികുതി വരുമാനത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. സാർ, ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഈ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണം. അതിന് ചർച്ച ചെയ്യുമ്പോൾ താഴെ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ദൂർത്തിൻ്റെ കാര്യമൊക്കെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ദൂർത്താണ് സാർ ഈ കേരളത്തിൽ നടക്കുന്നത്? സാർ, നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട് സാർ. സാർ, ഞങ്ങൾ തമ്മിലൊരു വ്യത്യാസം എന്താ സാർ? കേരളത്തിൽ നവകേരള സദസ്സിന് വാഹനം എടുത്തു, ഞങ്ങളെല്ലാം കൂടെ പോയി. ഈ വാഹനം വരുന്നതിന് മുമ്പ് എന്തോ ഒരു പ്രഖ്യാപനങ്ങളായിരുന്നു. കേരളത്തിന് പുറത്തുള്ള ടെലിവിഷൻ ചാനൽ വരെ ഇത്രയും വ്യത്യസ്തമായ, ചില ഘട്ടങ്ങളിൽ പറക്കാൻ വരെ സൗകര്യമുള്ള, കാരണം അങ്ങനെയൊക്കെയുള്ളൊരു ബസ്സാണെന്ന് പറഞ്ഞിട്ട് കാസർഗോഡൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ബീഹാറിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് ആ വാഹനം വന്നു കഴിഞ്ഞപ്പോൾ സാർ ഒരു KSRTC ബസ്, സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി പോകുന്ന അത്ര സൗകര്യം ഉണ്ടായിരുന്നു ആ ബസ്സിൽ. ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു സാധാ ബസ്. സാർ, ഈ കേരളത്തിനകത്ത് ഈ കാര്യം പറഞ്ഞു, ഇത്രയും ബഹളം ഉണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ പത്രപ്രവർത്തകരെ ഉൾപ്പെടുത്തി കയറാൻ പറഞ്ഞു. അതിനുശേഷം സാർ, ഇപ്പോൾ രാഹുൽ ഗാന്ധി, അദ്ദേഹം കോൺഗ്രസിൻ്റെ ബഹുമാന്യായ നേതാവ്, അദ്ദേഹം യാത്ര ചെയ്യുന്ന ബസ് ഇതേ മോഡൽ, അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അത് യഥാർത്ഥത്തിൽ മേലോട്ടുള്ള ലിഫ്റ്റുണ്ട്, പുറയിൽ വലിയ കോൺഫറൻസ് മുറി, AC മുറിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊന്നും തെറ്റാന്ന് പറയത്തില്ല. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു യാത്ര ചെയ്യുമ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം പോകുമ്പോൾ അത് പോട്ടെ. പക്ഷേ അതിനകത്ത് ഈ ഒരു തരത്തിലേക്ക് അത് കയറണമെങ്കിൽ ടിക്കറ്റ് വേണമെന്നാണ് റവന്യൂ മിനിസ്റ്റർ പറയുന്നത്. അതെനിക്കറിയില്ല. എന്തായാലും അവിടെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഞങ്ങൾ നടത്തിയത് ഗവൺമെന്റ് പരിപാടിയാണ്. ഈ ജനാധിപത്യത്തിൽ പാർലമെന്റിലെയോ നിയമസഭയിലെയോ അംഗങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരായി, ഇലക്ട് ചെയ്യപ്പെട്ട MLA-മാരായി, MP-മാരായി വന്നാൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ ലോകത്ത് ഏറ്റവും ആദ്യമായി നടപ്പിലാക്കിയ പരിപാടിയാണ് ഈ നവകേരള സദസ്സ്. ഞങ്ങൾ 5000-10000 ആളുകളുടെ അടുത്ത് പോയി പറയായിരുന്നു. രാവിലെ വിളിച്ച യോഗത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു. ഞങ്ങൾ എല്ലാവർക്കും അവിടെ വെച്ച് പേപ്പർ മേടിച്ചിട്ട് വയറ്റുവേദനയ്ക്ക് വന്നാക്ക് പിന്നെ വേറൊരു മരുന്ന് കൊടുക്കുക, ട്രാൻസ്ഫർ മേടിക്കാൻ വന്നാക്ക് ആശുപത്രി തുണ്ട് കൊടുക്കുകയൊന്നും ചെയ്തില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളവിടെ ആ വന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അപേക്ഷകൾ വന്നു. അവിടെ പണം വിതരണം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യമായിട്ടല്ലത് കണ്ടത്. സാർ, അവിടുത്തെ നവകേരള സദസ്സ് സംബന്ധിച്ച് ആളുകളുടെ മനസ്സിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണ്. അതിനെ നിങ്ങളങ്ങനെ കുറച്ച് കാണണ്ട. അതിനകത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി ആ വാഹനത്തിൽ പോയി. സാർ, ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ ഇവിടെ ഒരു കിയ കാർ മേടിച്ചു. സാർ, ബഹുമാനപ്പെട്ട സ്പീക്കർ, അങ്ങേക്കും അറിയാമല്ലോ, കിയ കാറ് ഇന്റർനാഷണൽ ബ്രാൻഡുള്ള കാറുകളിൽ ഒരു കമ്പനിയെ മോശപ്പെടുത്തി നന്നാക്കിയൊന്നും പറയാനല്ല, പക്ഷെ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു കൂടിയ ഒരു ലക്ഷറി കാറായിട്ട് കരുതുന്നുണ്ടോ സാർ? കിയ എങ്ങനെയാണ് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കിയ കാർ മേടിച്ചപ്പോൾ 35 ലക്ഷത്തിന്റെ വലിയ കാർ. സാർ, എന്താണ് സാർ കേരളത്തിനകത്ത്? നേരത്തെ പറഞ്ഞത് കേരളത്തിനകത്ത് ഏതൊക്കെ കാര്യത്തിലാണ് സാർ നമുക്ക് ഇവിടെ എരുത്തിന് പണിയാൻ, എരുത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കാലിത്തൊഴുത്തിനാണ് പറയുന്നത്, കാലിത്തൊഴുത്ത് പണിയാനായിട്ട് അവിടെ ഇത്ര ലക്ഷമായി. പിന്നെ മുഖ്യമന്ത്രിയല്ലേ കാലിത്തൊഴുത്തിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എനിക്ക് ഈ തരം കാലിത്തൊഴുത്ത് വേണമെന്ന് മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്? സാർ, ബഹുമാനപ്പെട്ട PJ ജോസഫ് പണ്ട് അദ്ദേഹം എപ്പോഴും ഇവിടെ ഇപ്പോഴായാലും ഈ പശുവിനെ വളർത്തുന്നതിൻ്റെയും അതിൻ്റെ കാര്യമൊക്കെ താല്പര്യപൂർവ്വം പറഞ്ഞാൽ എല്ലാവരും പോയി കേൾക്കാറുണ്ട്. അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനാണ്. റോസ് ഹൗസിൽ അവിടെ പിന്നെ പശുവിനെ വളർത്തിയിരുന്നു. സാർ, എരുത്തിൽ മേടിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ടാങ്ക്. എന്താ നിങ്ങളൊക്കെ ഈ 5 ലക്ഷം രൂപയുടെ ടാങ്ക്? നിങ്ങൾ ഒരു സ്കൂളിനകത്ത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് നിങ്ങളാണ് നോക്കുന്നത്? ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്, അവിടുത്തെ കാര്യത്തിനകത്ത് ടാങ്കിന്റെ കാര്യം നിങ്ങളാണോ നോക്കുന്നത്? ഇതൊക്കെ പറയാം, ശരിയാണ്. താഴെ പോകുമ്പോൾ കണ്ടില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വലിയ ടാങ്ക്. സാധാരണ നമ്മളാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ടാങ്ക് ആണെങ്കിൽ 5-6 ലക്ഷം രൂപയുടെ ടാങ്ക് മേടിച്ചു. ടാങ്ക് സർക്കാരിന്റെ സംവിധാനം വെച്ചാൽ ഈ ബിൽഡിങ്ങും ടാങ്കും ഒക്കെ ഏതാണ് സാർ? കന്റോൺമെന്റ് ഹൗസ്, പ്രതിപക്ഷ നേതാവിന്റെ വീട്, അവിടെ പഴയ വീടാണ്, വളരെ പഴക്കമുള്ള വീടായതുകൊണ്ട് അവിടെ ധാരാളം റിപ്പയർ ചെയ്യേണ്ടി വരത്തില്ലേ? സ്റ്റാഫില്ലേ? സാർ, നമ്മൾ ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി പറയണം. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ല. ഞങ്ങളിപ്പോൾ കേരളീയത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളീയം ഇനിയും ഞങ്ങളാ കാര്യം കേരളത്തെ ബ്രാൻഡ് ചെയ്യാൻ പ്രകൃതി മൈതാനത്ത് എല്ലാ വർഷവും നടക്കുന്ന ആ ഇന്ത്യയെ മാർക്കറ്റ് ചെയ്യാൻ നടത്തുന്ന പോലെ കേരളീയം നടത്തും. കേരളത്തിനകത്തെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, കേരളത്തിൻ്റെ ഇൻഡസ്ട്രി, കേരളത്തിൻ്റെ ടൂറിസം, കേരളത്തിൻ്റെ ഏതൊക്കെ മേഖലയിൽ ലോകത്തുനിന്ന് ആളുകൾക്ക് വരാൻ പറ്റുന്ന കാര്യമായിട്ട് നടത്തും എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ നടത്താതിരിക്കാൻ പറ്റുമോ? ഏത് കാര്യത്തിലാണ് നമ്മൾ പണം കൊടുക്കാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഇത്രയും വെട്ടിക്കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും 4000 കോടി രൂപ ഇതുവരെ കൊടുത്തിരിക്കുക. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ട്രഷറിയിൽ നിന്ന് 13,000 കോടി എടുക്കും നിങ്ങളെന്ന് പറഞ്ഞിട്ട്
6000 കോടി എടുത്ത് നമുക്ക് ബാക്കി എടുക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇത് പോയി ചോദിക്കാൻ നമുക്ക് ഒരുമിച്ച് പോകണ്ടേ? ഒരുമിച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, 1-ാം തീയതി മുതൽ ഇന്ത്യൻ പാർലമെന്റ് ചേരുന്നുണ്ടല്ലോ. ആ പാർലമെന്റിൽ എന്തൊക്കെ നിയമമാണ് വരുന്നത്, എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ സഭയിൽ 150ഓളം ആളുകളെ സസ്പെൻഡ് ചെയ്തതാണ്. എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പുതിയ പല നിയമങ്ങളും വരും എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. സാർ, ആ പാർലമെന്റിൽ നമുക്ക് പൗരത്വ നിയമം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഈ കേരളത്തിന്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ 18 പേരുണ്ടല്ലോ ലോക്സഭയിൽ, അവിടെ ഈ പ്രശ്നം ഉന്നയിക്കണ്ടേ? വേണ്ട, നിങ്ങൾ ഡൽഹി ഞങ്ങൾ നടത്തുന്ന സമരത്തിൻ്റെ അടുത്ത് വരുന്നില്ല. നിങ്ങൾക്ക് ഉന്നയിക്കാമല്ലോ, ഗാന്ധി പ്രതിപടം ഉന്നയിക്കാമല്ലോ. ഈ പ്രശ്നം പറയണം. അവിടെ ചെന്നിട്ട് കേരളത്തിലെ മന്ത്രിസഭ ആകെ കുഴപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം എന്നാലേ സമരം ചെയ്യേണ്ട കേട്ടോ. കേരളത്തിലെ മന്ത്രിസഭ ആകെ കുഴപ്പമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിലിരിക്കുന്ന തരത്തിലാണല്ലോ ഈ പ്രമേയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് ശക്തിപ്പെടുത്തണമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമരത്തിൽ പങ്കെടുക്കാം. അതേസമയം ഇവിടെ പറഞ്ഞതുപോലെ ആർഗ്യുമെന്റ് ഇവിടെ ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, ഇവിടുത്തെ ആർഗ്യുമെന്റ് ഒരു കാരണവശാലും ഈ കാര്യത്തിനകത്ത് ഞങ്ങളുടെ സമീപനം മാറ്റത്തില്ല, ഇവിടെ പണം കൊടുക്കരുത് എന്നുള്ള ആർഗ്യുമെന്റ് പറഞ്ഞില്ല. ആ തരത്തിലുള്ള ആർഗ്യുമെന്റ് പറയരുത്. സാർ, സ്വർണത്തിൻ്റെ വിഷയത്തിനകത്തും അതുപോലെ മദ്യത്തിൻ്റെ വിഷയത്തിനകത്തും ബാറിന് 210 കോടിയോളം ഉണ്ടായിരുന്ന 617 കോടിയായിട്ടുണ്ട്. 2021 മാർച്ചിൽ 210 കോടിയുള്ളത് 617 കോടിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ കൃത്യമായ കണക്ക് പറയാം. എൻ്റെ അത് എഴുതി വെച്ച പേപ്പറുണ്ട്, ഞാൻ സമയം എടുക്കുന്നില്ല. സ്വർണത്തിൻ്റെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ വരുമാന നഷ്ടം നേരത്തെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ ടാക്സ് കുറച്ചിട്ടുണ്ട്. നേരത്തെ 5% ഉണ്ടായിരുന്നത് 3%, അതിന് 1.5 കിട്ടത്തുള്ളൂ. ഇതിനകത്ത് രാവിലെ ഞാൻ പറഞ്ഞാണ്, ഇതിന് കണക്കുകൾ കൃത്യമായി കിട്ടുന്നതിൻ്റെ പ്രശ്നമുണ്ട്. സെൻട്രൽ GST നമ്മളും കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, സെൻട്രൽ GSTയുടെ കമ്മീഷൻ, ഇവിടുത്തെ കേരള കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് സംസാരിച്ചു. അതിനകത്ത് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകേണ്ടതാണ് അഭിപ്രായം. എന്നാലും നമ്മളതിനകത്ത് സാർ സോഫ്റ്റ്വെയർ 30 പേരെ പിടിച്ചത് തന്നെ ഇവിടെ ഇപ്പോൾ പറയാമല്ലോ, കഴിഞ്ഞൊരു സംഭവമുണ്ട്. ആ സോഫ്റ്റ്വെയറിൻ്റെ പിന്നിലുള്ള ആളുകളെ പിടിച്ചതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ വലിയ തോതിൽ സോഫ്റ്റ്വെയർ ഏറ്റവും ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കച്ചവടത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. എന്തായാലും അക്കാര്യത്തിനകത്ത് നമ്മൾ വളരെ സജീവമായിട്ട് എല്ലായിടത്തും ഇടപെടുന്നുണ്ട്. GST ഡിപ്പാർട്ട്മെൻറ്റിനെ പുനഃസംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞല്ലോ ഈ റിവേഴ്സൽ. സാർ, റിവേഴ്സൽ ഒരു മാസം ഇപ്പോൾ 75 കോടി വെച്ച് വരുന്നുണ്ട്. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിലൊരു സാധനം മേടിക്കുന്നു, അല്ലെ കിംസ് ഹോസ്പിറ്റൽ VSSCയിൽ ഒരു സാധനം മേടിക്കുന്നു. ഇതിനൊന്നും ടാക്സ് ഇല്ലാത്തതായിരിക്കും പലപ്പോഴും. അത് പക്ഷേ റിപ്പോർട്ട് ചെയ്യണം, റിട്ടേൺ കൊടുക്കണം. റിട്ടേൺ കൊടുത്താലേ അവിടെ കൊടുത്ത ടാക്സ് ഇവിടെ കിട്ടും. അതാ റിവേഴ്സൽ. അങ്ങനെ 1500 കോടി പിരിച്ചു സാർ ഈ കഴിഞ്ഞ വർഷം. ഒരു മാസം 75 കോടി കിട്ടുന്നു. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. ആ ചെയ്യുമ്പോൾ അതിനെ മറികടന്നുകൊണ്ടുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ കാര്യത്തിനകത്ത് ഈ വർധന വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത്, നമ്മുടെ കേരളത്തിലും സാമ്പത്തിക രംഗത്തുള്ള ഒരു ചെറിയ മരവിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. വേറെ യാഡ്സ്റ്റിക്കൊന്നും ഞാൻ പറയുന്നില്ല. സാർ, സിമെൻറ്റിൻ്റെ വില 460 രൂപയായിരുന്നല്ലോ, ഇപ്പം 350 രൂപയായി ചുരുങ്ങി. ക്രഷറുകൾ മറ്റു സ്ഥലത്തൊക്കെ നിർമ്മാണത്തിനൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കൊരു ഒരു കാര്യങ്ങൾ വരുന്നുണ്ട് എല്ലാ മേഖലയിലും. അപ്പോൾ ആ എക്കണോമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യം നമുക്ക് കളക്റ്റീവായി ചെയ്യണം. അതൊക്കെ കേരളത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിനകത്ത് ആത്മാർത്ഥമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തതിനകത്ത് സന്തോഷമുണ്ട്. എൻ്റെ അഭ്യർത്ഥന, ഇന്നിപ്പോൾ റെസൊല്യൂഷൻ ഇല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ സഭ തന്നെ ഒരു പ്രമേയം പറ്റുന്നെങ്കിൽ പാസ്സാക്കി അതിൽ നമുക്ക് യോജിച്ച് പൊതുവായ കാര്യങ്ങൾ അനുസരിച്ച് പോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥനയാണ്. എൻ്റെ വ്യക്തിപരമായി ഞാൻ ഇവിടെ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് പറയുന്നതല്ല. നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയുടെ അഭിപ്രായം ഒരിക്കൽ കൂടി ഈ കാര്യത്തെ സംബന്ധിച്ച് അറിയിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബകാര്യങ്ങൾ എന്ന നിലയിൽ ഇന്റേണലി പറയാമല്ലോ, അത് നമുക്കറിയാം. അവിടെ ചെയ്യേണ്ട സമരങ്ങൾ അവിടെ ചെയ്യണം. അല്ലെങ്കിൽ ആരും വിശ്വസിക്കുക. സാർ, ഇത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇതിനുവേണ്ടി ആർഗ്യൂ ചെയ്യുന്ന ആളുകളെ കാണുന്നത് അങ്ങക്കറിയാമല്ലോ. ബീഹാറിലെ ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് മതി സാർ. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. പാർലമെന്റ് ഇലക്ഷൻ മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ ഉന്നയിക്കണമല്ലോ. ഇപ്പൊ പാർലമെന്റിൽ പോയിട്ട് ഈ കാര്യം പറയണമല്ലോ. നിങ്ങൾക്ക് ഈ വീണ്ടും ബി ജെ പിക്കെതിരെ പറയേണ്ടത് പാർലമെന്റ് ഇലക്ഷന് മുമ്പാണ്, ഇപ്പൊ പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ ആർഗ്യുമെന്റ് നടത്തുന്നത് പോലെ വീണ്ടും ഇത്രയും മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല ഗ്രൗണ്ടും കിട്ടുമോ? എന്തായാലും ഈ സമരത്തിന് ഞങ്ങൾ പറയാം, ഞങ്ങളുടെ സമരം തന്നെയാണെന്നുള്ളതിന് യാതൊരു തർക്കമില്ല. പലതവണ പറഞ്ഞു. അവിടെ 8-ാം തീയതി പോയിട്ട് സുപ്രീം കോടതി ഈ കേസും കൊടുത്ത് ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങളവിടെ പോയി ഇന്ത്യയിൽ നിന്നകത്തെ പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുക്കുന്ന തരത്തിലേക്ക് അവിടെ പോകുമ്പോൾ അത് ഏറ്റവും ശക്തമായിട്ടുള്ള അഭിപ്രായമാണ്. ഇവിടെ ആ സമരത്തിൻ്റെ തീരുമാനമെടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പല സ്റ്റേറ്റിൽ നിന്നും ശബ്ദം ഉയർന്നു. പല സ്റ്റേറ്റുകളിൽ നിന്നും
ബംഗാളിൽ നിന്ന് ഉയർന്നു, അഭിപ്രായങ്ങൾ മറ്റു പല സ്റ്റേറ്റിൽ നിന്നും, നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നും വന്നു. അപ്പോൾ കേരളം ഇക്കാര്യത്തിനകത്ത് ഉന്നയിക്കുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാം ഇതേ പ്രശ്നമുണ്ട് എന്ന നിലയിലേക്ക് മറ്റ് സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിനകത്ത് ശക്തമായ നിലപാടെടുത്ത് നമുക്ക് പോകാൻ പറ്റണം. അതുകൊണ്ട് ഇവിടെ ഈ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തപ്പോൾ ആശങ്കാജനകമായി ഇതെല്ലാം നിന്നു പോകുന്ന സ്ഥിതിയില്ല. പക്ഷേ കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഓക്സിജൻ അടച്ചാൽ ശ്വാസം മുട്ടുമെന്ന് പറയുന്ന പോലെ പണം നമുക്ക് കിട്ടാനുള്ളത് അത് കിട്ടാൻ വേണ്ടി സംയുക്തമായിട്ട് നിൽക്കണം. അതിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും വ്യത്യാസമില്ല. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ അത്രയും വലിയ ഒരു കാര്യമില്ല. ഞാൻ വീണ്ടും പഴയ ചരിത്രമൊന്നും പറയുന്നില്ല. ഇപ്പോൾ പിന്നെ DA കൊടുക്കാത്ത ഒക്കെ അനുഭവങ്ങളുണ്ടല്ലോ. ഞങ്ങൾ DA കൊടുക്കത്തില്ല, ഇനി ഇതൊന്നും വേണ്ട, അധ്യാപകർ പഠിപ്പിച്ചില്ലെങ്കിൽ നാട് മുടിഞ്ഞു പോകുമെന്ന് നിങ്ങളുടെ ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലുള്ള കാര്യമൊന്നും ഞങ്ങൾ പറയത്തില്ല. ഇതൊക്കെ പറഞ്ഞ പത്രക്കട്ടിങ്ങുണ്ടൊക്കെ അതൊക്കെ വളരെ സീനിയറായ ആളുകളെ പറ്റി അങ്ങനെ എടുത്ത് കാണിക്കരുത്. അങ്ങനെ അധ്യാപകർ കുറച്ച് ദിവസം വീട്ടിലിരുന്ന ഒരു കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചൊരു മുഖ്യമന്ത്രി ഉണ്ട്. ആ പത്രക്കട്ടിങ് കൊണ്ട് വേണമെങ്കിൽ തരാം, ഇവിടെ ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെയൊന്നുള്ള സമീപനമല്ല ഞങ്ങൾക്ക്. ജീവനക്കാർക്ക് എല്ലാവർക്കും ഉള്ള അങ്ങനെയുണ്ട്. ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രക്കട്ടിങ് അയച്ചു തരണമെങ്കിൽ പേര് ഞാൻ പറയുന്നില്ല. അങ്ങ് ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയണം താല്പര്യം കാണും. ഞാനിവിടെ പേര് പറയത്തില്ല, ഞാൻ പറയത്തില്ല. എൻ്റെ കയ്യിൽ പത്രക്കട്ടിങ് ഉണ്ട്, ഞാൻ അയച്ചു തരാം, അങ്ങേക്ക് തന്നെ അയച്ചു തരാം. പക്ഷേ അവരെ ഒന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ അയച്ചു തരില്ല, പിന്നെ ഓപ്പണായിട്ട് പറയില്ല. പക്ഷേ ഏതായാലും നമുക്ക് അങ്ങനെ ഒരു സമീപനമല്ല. ഞങ്ങൾ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം. നാട്ടിൽ ഞങ്ങൾ ഒരിക്കലും ഇതൊന്നും കൊടുക്കാതെ പോയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തും കുറച്ച് സമയമുണ്ട്, അതിനു മുമ്പത്തെ സർക്കാരുണ്ട്. ഞങ്ങളെല്ലാം കൊടുത്ത് അവരുടെ DA ഇവിടെ പറഞ്ഞല്ലോ, ശമ്പള കുടിശ്ശിക എല്ലാ ജീവനക്കാർക്കും കൊടുത്തു. അതവരുടെ PF ചേർത്തു, എല്ലാം ചേർത്തു. അല്ല, ഒന്നും കൊടുക്കാതില്ല. ഈ പറയുന്ന തരത്തിലുള്ള കുടിശ്ശികളൊന്നും ഇപ്പില്ല. എന്നാൽ വലിയ തോതിൽ നമ്മുടെ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. ശമ്പളം കൊടുക്കുകയും ഇത് കൊടുക്കുകയും അത്യാവശ്യം കാര്യം മാത്രം പോലെ നാട്ടിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. നമുക്ക് ഈ 450 കോടിക്ക് വരെ 1000 കോടി മുടക്കി ഈ റോഡ് നന്നാക്കണ്ടേ, പുതിയ ഫാക്ടറി പണിയണ്ടേ, പുതിയ കോളേജ് പണിയണ്ടേ, പുതിയ മെഡിക്കൽ കോളേജ് വരണ്ടേ, 600 കോടിക്ക് അവിടെ സ്ഥലം എടുക്കണ്ടേ, നമ്മുടെ വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങൾ വരണ്ടേ. അത് വരണമെങ്കിൽ ഇപ്പം കിട്ടിയത് കൊള്ളാം എന്നല്ല, അതെല്ലാം വരണമെങ്കിൽ നമുക്ക് ഈ കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുക്കണം. അതിനെല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ